എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. എടക്കൊച്ചിയിലെ വേലിയേറ്റ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ കെ ബാബു MLA ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഇടക്കൊച്ചിയിലെ അതിതീവ്രമായ വേലിയേറ്റ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലം MLA കെ ബാബു ഇതുവരെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാവുംബായി മൂല ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഇടക്കൊച്ചി ജനകീയ സമിതി കൺവീനർ VV ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇത് ഈ പ്രദേശത്തിന് വേണ്ടിയാണ്. ഈ പ്രദേശത്തിനെന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചു വീണ നാട് ഇടക്കൊച്ചി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരുടെ സംരക്ഷണമാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. സുഹൃത്തുക്കളെ, ഇന്ന് ഈ പ്രതിഷേധ ജ്വാല നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പ്രധാന മുദ്രാവാക്യം ഇടക്കൊച്ചിയുടെ കൂടി പ്രതിനിധിയായ തൃപ്പൂണിത്തുറ മണ്ഡലം MLA ശ്രീ കെ ബാബുവാണ്. അദ്ദേഹത്തെ ഞങ്ങൾ സമീപിച്ചു, നമ്മളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു, മെമ്മോറാണ്ടം കൊടുത്തു. അദ്ദേഹത്തെ നമ്മൾ ആദരപൂർവ്വം ക്ഷണിച്ചു. ഞങ്ങളുടെ പ്രദേശം സന്ദർശിക്കണം. അത്രയ്ക്ക് ഭീകരമാണ് ഞങ്ങളുടെ പ്രദേശത്തിന്റെ അവസ്ഥ. അദ്ദേഹം നമ്മളോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ നമ്മളൊരു അപേക്ഷ മാനിച്ച്, ഇടക്കൊച്ചി നിവാസികളുടെ അഭ്യർത്ഥന മാനിച്ച് ഇടക്കൊച്ചി നിവാസികളെ കാണാൻ അദ്ദേഹം വരേണ്ടതായിരുന്നു. ആ ഒരു അവഗണനയ്ക്കെതിരെയാണ് നമ്മളുടെ ഈ പ്രതിഷേധം. അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല? വരേണ്ടതല്ലേ? ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഇവിടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഒരു വെള്ളം കയറി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ഇരിക്കുന്ന പലരും വർഷങ്ങളായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുമ്പിൽ തന്നെ പലരുമുണ്ട്. മാലിൽ ചേച്ചൊക്കെ ഉൾപ്പെടെ, ഗിരിവാസൻ ചേട്ടന്റെ ഭാര്യയോട് ഇരിപ്പുണ്ട്. ഇവരൊക്കെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതെല്ലാം ദൃക്സാക്ഷികളാണ് നമ്മളുടെ മുന്നിൽ. പക്ഷേ ഇതിനൊരു പരിഹാരം കാണണ്ടേ? അതിന് മുന്നിൽ നിന്ന് നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ MLA അല്ലേ? വേലിയേറ്റ ദുരിതത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമായി മാറുന്ന 2020-21 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 4.85 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫയൽ ഇന്നും സെക്രട്ടേറിയറ്റിൽ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിന് പരിഹാരമുണ്ടാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ MLA സ്വീകരിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചെയർമാൻ മാനുവൽ നിക്സൺ ആവശ്യപ്പെട്ടു. കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇടക്കൊച്ചി ജനകീയ സമിതി ഒരു സമരം പ്രഖ്യാപിക്കുകയാണ്. പ്രതിഷേധ ജ്വാല എന്നുള്ള സമരം പ്രഖ്യാപിക്കുന്നത് ഈ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള ജനപ്രതിനിധി നമ്മുടെ വീടും നാടും സന്ദർശിക്കണമെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പറ്റമാണ്. തെറ്റാണോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ പറയണം, നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ നാട് സന്ദർശിക്കുന്നത് തെറ്റാണോ? ആണെങ്കിലാണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ആണോ? അപ്പൊ നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ നമ്മുടെ നാട് സന്ദർശിക്കണം. നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടക പ്രസംഗം വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. 2040 ഇടക്കൊച്ചി എന്ന് പറയുന്ന ഈ കൊച്ചു ദ്വീപ് ഇല്ലാതാവാൻ പോവുകയാണ്. 2022 വന്ന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 2040 ഇടക്കൊച്ചി ഇല്ലാതാവാൻ പോവുകയാണ്. അപ്പൊ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ മേൽ അടയിരുന്നു കൊണ്ട്, ആ റിപ്പോർട്ട് എടുത്ത് മാറ്റിവെച്ചുകൊണ്ട്, ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടികളും എടുക്കാതെ നിൽക്കുന്ന MLAക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കണ്ടേ? നമ്മൾ MLAക്കെതിരെ പ്രതിഷേധിക്കണ്ടേ? നമ്മൾ ആർക്കെതിരെ പ്രതിഷേധിക്കും? കൊച്ചി കോർപ്പറേഷനെതിരെ നമുക്ക് പ്രതിഷേധിക്കാം. ഞങ്ങളിപ്പോ കൊച്ചി കോർപ്പറേഷനെതിരെ പ്രതിഷേധിച്ചു. കൗൺസിലർമാർക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചില്ല. പ്രതിഷേധിക്കേണ്ടതായിരുന്നു എന്നിപ്പോ ഞങ്ങൾ മനസ്സിലാക്കിയ. കാരണം കൗൺസിലർമാരാണ് ഇവിടെ നിന്ന് കൊച്ചി കോർപ്പറേഷനിലേക്ക് പോവുകയും അവിടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടതും നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടതും ഇവിടുത്തെ കൗൺസിലർമാരാണ്.
എന്തോ നിർഭാഗ്യവശാൽ അവർ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ജനകീയ സമിതി രൂപീകരിച്ച് 2 മാസം പിന്നിടുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. മഴയെ അവഗണിച്ചും വൻ ജനാവലി പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നു. മാതൃകാ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി പ്രതാപൻ, വേലിയേറ്റത്തിന്റെ തീവ്രതയിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ പ്രതിനിധിയായി മാലതി, സുഭാഷിണി തുടങ്ങിയവരും, ഇടക്കൊച്ചി ജനകീയ സമിതി വൈസ് ചെയർമാൻ ഷെയ്നി ജുബിൻ, ജോയിന്റ് കൺവീനർമാരായ CK പ്രദീപ്, അനീഷ് PA തുടങ്ങിയവരും സംസാരിച്ചു. നമ്മളിവിടെ നിന്ന് നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശം നൽകി ഓരോരോ സ്ഥാനത്തേക്ക് കയറ്റിവിട്ടിട്ടുള്ള താഴെ നിന്നും കൗൺസിലർ, MLA, മെമ്പർ ഓഫ് പാർലമെന്റ്, ഇത്തരം ആളുകളെ നമ്മളിവിടെ നിന്ന് നമ്മളുടെ അവകാശം നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയാണ് ഇവരെല്ലാം വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത്. ഒരു വെള്ളം വെച്ചാൽ ഞങ്ങൾക്ക് 12 മണിയാകുമ്പോൾ വെള്ളം നിൽക്കും. കാലത്ത് 12 മണിയാകുമ്പോൾ വെള്ളം നിന്നാൽ പിന്നെ വൈകുന്നേരമാണ് വന്നത്. ഇതിൽ ആരും സഹകരിക്കുക ഒന്നും ചെയ്യണേ. എന്താണ് അവിടെയുള്ള ജനങ്ങള് എന്ത് ചെയ്യണോ? മരിച്ചിട്ടുണ്ടോ? ജീവിച്ചിട്ടുണ്ടോ? ജോലിയുണ്ടോ? ആഹാരം കഴിക്കുന്നുണ്ടോ? ഒന്നും നമ്മുടെ പ്രദേശത്ത് വന്നിട്ട് ആരും അന്വേഷിക്കല തിരക്കണില്ല. ഈ ജനകീയ സമിതി വന്നതിന് ശേഷം കുറെ പ്രാവശ്യം നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വന്ന് അന്വേഷിച്ച് ഭയങ്കര പ്രവർത്തനം ഉണ്ടായി. അതുകൊണ്ടിട്ട് നമ്മൾ ഇനിയും കൺവീനർ ലിജോഷ് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടക്കൊച്ചി.